പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ ആരോഗ്യ ശുചിത്വ പദ്ധതിയുമായി താഴേക്കോട് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകൾ. മാലിന്യം ഉൽപ്പന്നമാക്കാൻ ലക്ഷ്യമിട്ട് വിദ്യാലയങ്ങളിലും വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കും. ഭവന കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകാൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നിർദ്ദേശം. നിരവധി പുതിയ പദ്ധതികളുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥലത്ത് ആക്രി സാധനങ്ങൾ സംഭരിച്ച സംഭവം. മുൻ ഭരണകാലത്ത് പഞ്ചായത്ത് പ്രവൃത്തികളിൽ അവിഹിതമായി പണം സമ്പാദിച്ചവരുടെ ആരോപണം വിലപ്പോവില്ലെന്ന് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ. മണ്ണാർക്കാട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും ബേക്കറികളും. വ്യാപാരി സംഘടന സംഘടിപ്പിച്ച ലൈസൻസ് ക്യാമ്പയിനിൽ അപേക്ഷ നൽകിയത് 500-ലധികം പേർ. ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം മുടങ്ങിയ കെഎസ്ആർടിസിയുടെ പെരിന്തൽമണ്ണ മൈസൂർ ട്രിപ്പ് പുനരാരംഭിച്ചത് പുതുക്കിയ സമയക്രമത്തിൽ. വാർത്തകൾ വിശദമായി. സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പാക്കാനൊരുങ്ങുകയാണ് ആലിപ്പറമ്പ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തുകൾ. വിദ്യാലയങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റുകളും വീടുകളിലെ മാലിന്യ സംസ്കരണത്തിന് 2500 പൈപ്പ് കമ്പോസ്റ്റുകളും നിർമ്മിക്കും. സമ്പൂർണ്ണ ശുചിത്വ ആരോഗ്യ പഞ്ചായത്ത് എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രദേശമാക്കി മാറ്റുന്നതിന്റെ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി. മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളിലും 80,000 രൂപ ചെലവിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കും. കൂടാതെ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, മത്സ്യമാംസ വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ 50% സബ്സിഡിയോടെ ബയോഗ്യാസ് പ്ലാന്റുകളും നിർമ്മിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ മറ്റു ഘടക സ്ഥാപനങ്ങളിൽ പൈപ്പ് കമ്പോസ്റ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. വീടുകളിലെ മാലിന്യ സംസ്കരണത്തിനായി 2500 പൈപ്പ് കമ്പോസ്റ്റ്, 250 ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമ്പൂർണ്ണ ശുചിത്വ ആരോഗ്യ ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിന് എല്ലാ വാർഡ് തല സാനിറ്റേഷൻ സമിതികളും ശക്തിപ്പെടുത്തും. എല്ലാ വീടുകളിലും ശുചിത്വ ആരോഗ്യ കലണ്ടറുകൾ സ്ഥാപിക്കുന്നതിനും ഓടകളും അഴുക്കുചാലുകളും വൃത്തിയാക്കുന്നതിനും തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി റീന, വൈസ് പ്രസിഡന്റ് എ കെ നാസർ എന്നിവർ അറിയിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ സ്കൂളുകൾക്കും ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കും. ഗ്രാമപഞ്ചായത്തിൽ 3 ഹൈസ്കൂളുകൾ, 2 UP സ്കൂളുകൾ, 14 LP സ്കൂളുകൾ എന്നീ സ്ഥാപനങ്ങളിലാണ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുക. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണ പരിപാടിയുടെ ഭാഗമായി ഗ്രീൻ വാലി പച്ചക്കറിത്തോട്ട നിർമ്മാണത്തിന് ഫണ്ട് നീക്കിവെച്ച പഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യ ശുചിത്വ മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് മുഴുവൻ സ്കൂളുകൾക്കും ബയോഗ്യാസ് പ്ലാന്റ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലത്ത് വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ആയിഷക്കുട്ടി, സ്ഥിരം സമിതി ചെയർമാൻമാരായ CK ഉമ്മർ ഹാജി, TK ഹംസ, MP നസീറ എന്നിവർ സംസാരിച്ചു. അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഇറച്ചിക്കടകൾക്കും ബേക്കറി കടകൾക്കുമെതിരെയും ഹോട്ടലുകൾക്കെതിരെയും ആരോഗ്യവകുപ്പ് നടപടി ശക്തമാക്കിയതോടെ കടയുടമകൾ വ്യാപാര സ്ഥാപനത്തിന് നിയമസാധുത തേടാനുള്ള തിരക്കിലാണ്. വ്യാപാര വ്യവസായ ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് ബുധനാഴ്ച സംഘടിപ്പിച്ച നിയമസാധുതാ ക്യാമ്പയിനിൽ 500-ലധികം പേരാണ് ലൈസൻസ് ഉറപ്പുവരുത്തിയത്. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലൈസൻസ് എടുക്കുന്നതിനും സമയം കഴിഞ്ഞ ലൈസൻസുകൾ പുതുക്കുന്നതിനും സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള ക്യാമ്പയിനാണ് ബുധനാഴ്ച വ്യാപാര ഭവനിൽ നടന്നത്. വ്യാപാര വ്യവസായ ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ലൈസൻസ് ഇല്ലാത്തവരും പുതുക്കാനുള്ളവരുമായി 500-ലധികം കടയുടമകൾ ക്യാമ്പയിനിൽ എത്തിയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി മണ്ണാർക്കാട് മേഖലയിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ കടയുടമകൾക്കും അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി വരികയാണ്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആക്രി സാധനങ്ങൾ സംഭരിച്ച സംഭവം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമാകുന്നു. മുൻകാല ഭരണസമയത്ത് പഞ്ചായത്ത് പ്രവൃത്തികളിൽ അവിഹിതമായി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയവരാണ് ഇപ്പോൾ തനിക്കെതിരെ ആരോപണവുമായി വന്നിരിക്കുന്നതെന്ന് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ പറഞ്ഞു. പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിലാണ് പ്രസിഡന്റ് പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നത്. വല്ലപ്പുഴയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് ആക്രി സാധനങ്ങൾ നിക്ഷേപിച്ച സംഭവവുമായി ഉയർന്ന വിവാദങ്ങളാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. മാലിന്യ നിക്ഷേപം പ്രസിഡന്റിന്റെ അറിവോടെയാണെന്ന് കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിന് മറുപടിയുമായാണ് ബുധനാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റും UDF നേതാക്കളും രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ UDF ഭരണസമിതിക്കെതിരെ ഒരാക്ഷേപവും ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തന്നെ സ്വഭാവഹത്യ നടത്താൻ ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മലപ്പുറം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൺവീനർ എന്ന നിലയിൽ 1 ലക്ഷം രൂപ അഡ്വാൻസായി കൈപ്പറ്റി പദ്ധതി തുടങ്ങുകയോ തുക തിരിച്ചടയ്ക്കുകയോ ചെയ്യാത്തയാളാണ് ആക്രി സാധനങ്ങൾ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് തനിക്കെതിരെ രംഗത്ത് വന്ന CPM ലോക്കൽ കമ്മിറ്റി അംഗം അബ്ദുൽ നാസർ. ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ഇപ്പോൾ നിയമ നടപടി കൈക്കൊണ്ടുവരികയുമാണ്. ഈ വിരോധമാണ് ഇപ്പോൾ തന്നോട് തീർക്കുന്നത്.
ഈ വിഷയത്തിൽ ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ബന്ധപ്പെട്ടപ്പോൾ അതിനെതിരെ ഒരു വിരോധം തീർക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന് അനുവാദമുള്ള സ്ഥലത്ത് ആദ്യ സ്ഥാനം കൊടുത്തിട്ടുള്ളൊരു പത്രസമ്മേളനം CPM വ്യക്തി നടത്തിയത്. ഇപ്പോൾ ഈ പൈസ തിരിച്ചടക്കാൻ ജില്ലാ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ട് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിനെയും കസ്റ്റഡിയെടുത്ത് നിയമനടപടിക്ക് ഒരുങ്ങാൻ പോവുകയാണ്. ഈ വസ്തുത നിലനിൽക്കുകയാണ്. വെല്ലപ്പുഴ പഞ്ചായത്തിനെതിരായിട്ടും പ്രസിഡന്റിനെ സ്വഭാവഹത്യ ചെയ്യാൻ വേണ്ടി നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം വന്നു. തന്റെ സ്ഥലത്ത് ആക്രി സാധനങ്ങൾ നിക്ഷേപിച്ച സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. UDF നേതാക്കളായ E. സേതുമാധവൻ, P. മൊയ്തീൻ, TP യൂസഫ്, K. അസീസ്, അബ്ദുൽ ഖദർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SFI സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച പാലക്കാട് തുടങ്ങും. സമ്മേളന നഗരിൽ സ്ഥാപിക്കാനുള്ള ദീപശിഖ ജാഥ ബുധനാഴ്ച പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ചു. SFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദീപശിഖ ജാഥ ബുധനാഴ്ച രാവിലെ പട്ടാമ്പിയിൽ രക്തസാക്ഷികളായ സേതാലിയുടെയും PK രാജന്റെയും സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. PK രാജൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊളുത്തിയ ദീപശിഖ ജാഥ സേതാലി നഗറായ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെത്തിയ ശേഷം ഉദ്ഘാടന ചടങ്ങ് നടന്നു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി അംഗം PK സുധാകരൻ ദീപശിഖ ജാഥ ക്യാപ്റ്റനായ SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് SK സജീഷിന് കൈമാറി. സൈതാലിയുടെ സഹോദരൻ അബ്ദുള്ള, നേതാക്കളായ പ്രകാശൻ, അനൂപ്, രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ദുരിതം സമ്മാനിച്ച ഒരു സാഹചര്യത്തിലാണ് അത് സംബന്ധിച്ച തിരിച്ചറിവ് പതുക്കെ നേടി വിവിധ മേഖലകളിൽ വിവിധ വിഭാഗം ജനങ്ങൾ പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തി മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ജൂലൈ 26 മുതൽ 29 വരെ പാലക്കാട് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് SFI 31ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. 26 വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭവന കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകാൻ 2012-2013 വർഷത്തെ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നിർദ്ദേശം. യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൗരി ഉദ്ഘാടനം ചെയ്തു. 12ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് നിർദ്ദേശം. ബ്ലോക്കിന് കീഴിൽ വരുന്ന 8 പഞ്ചായത്തുകൾക്കായി നൽകുന്ന വിഹിതം ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം നൽകിയായിരിക്കണമെന്നാണ് നിർദ്ദേശമുയർന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK കുമാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK രാംദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP സുധീർ, സുമയ്യ, ജോയിന്റ് BDO K. മൊയ്തുട്ടി എന്നിവർ സംസാരിച്ചു. 12ാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നു. ബ്ലോക്ക് പ്രസിഡന്റ് V. വസന്ത യോഗം ഉദ്ഘാടനം ചെയ്തു. 2012-2013 വർഷത്തെയും 12ാം പഞ്ചവത്സര പദ്ധതിയിലെയും പദ്ധതികൾ സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നത്. താഴെത്തട്ടിൽ നിന്നുള്ള ഓരോ പ്രവർത്തകരുടെയും ഓരോ പ്രതിനിധികളുടെയും സഹകരണവും നിർദ്ദേശങ്ങളും ചർച്ചകളും എല്ലാം തന്നെ അനിവാര്യമാണ്. അത്തരത്തിലാണ് ഇതിന്റെ ഈ പഞ്ചവത്സര പദ്ധതിയുടെ പ്രൊസീജിയർ അനുസരിച്ച് ആദ്യത്തെ ജനറൽ ബോഡി ആണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. 2012-2013 വർഷത്തിൽ വിവിധ മേഖലകളിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി C. രാഘവൻ, പ്ലാൻ കോർഡിനേറ്റർ പൊൻസിനി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കകം സർവീസ് മുടങ്ങിയ പെരിന്തൽമണ്ണ മൈസൂർ KSRTC ബസ് സർവീസ് പുനരാരംഭിച്ചു. കോഴിക്കോട് വഴി മൈസൂരിലേക്കുള്ള സർവീസ് ബന്ദിപ്പൂർ വനമേഖലയിൽ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ രാത്രിയാത്ര നിരോധനത്തെ തുടർന്ന് മുടങ്ങിയിരുന്നു. മഞ്ചേരി, അരീക്കോട്, കൽപ്പറ്റ വഴി പകൽ സമയത്ത് സമയം പുതുക്കി നിശ്ചയിച്ചാണ് ദിവസേനയുള്ള മൈസൂർ KSRTC സർവീസ് പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നും പുനരാരംഭിച്ചിരിക്കുന്നത്. നഗരകാര്യമന്ത്രി മഞ്ഞളാംകുഴിയാലി ഈ മാസം 14-നാണ് പെരിന്തൽമണ്ണയിൽ നിന്നും KSRTC ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ പെരിന്തൽമണ്ണ മൈസൂർ സർവീസ് മുടങ്ങിയിരുന്നു. ബന്ദിപ്പൂർ വനമേഖലയിൽ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ രാത്രിയാത്രാ നിരോധനത്തെ തുടർന്നാണ് മൈസൂർ സർവീസ് മുടങ്ങിയത്. വൈകുന്നേരം 3:30 മണിക്ക് പെരിന്തൽമണ്ണയിൽ നിന്നും പുറപ്പെട്ട് രാത്രി 10:30 മൈസൂരിൽ ബസ് എത്തുന്ന നിലയിലാണ് സർവീസ് നിശ്ചയിച്ചിരുന്നത്. രാത്രിയിൽ ബന്ദിപ്പൂർ വനമേഖല അടക്കുന്നതോടെ മൈസൂരിൽ എത്തേണ്ട സർവീസ് പാതിവഴിയിൽ മുടങ്ങിയ സ്ഥിതിയായിരുന്നു. ഇതേ തുടർന്ന് പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ നിന്നുള്ള മൈസൂർ സർവീസിന്റെ സമയത്തിലും റൂട്ടിലും മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നും രാവിലെ 6:15 പുറപ്പെടുന്ന ബസ്
മഞ്ചേരി, അരീക്കോട്, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി വഴി 11:30 മൈസൂരിലെത്തും. വൈകുന്നേരം 5:30 മൈസൂരിൽ നിന്നും തിരിക്കുന്ന ബസ് കോഴിക്കോട് വഴി 2:30 പെരിന്തൽമണ്ണയിലും എത്തും. പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരമുള്ള മൈസൂർ സർവീസ് ആരംഭിച്ചതായി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ പുലാക്കൽ മുഹമ്മദ് അലി അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭയും നെഹ്റു യുവകേന്ദ്രയും ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച ഒറ്റപ്പാലം BEM UP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ 2000 പേർക്ക് ജോലി നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. IT, കസ്റ്റമർ കെയർ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇൻഷുറൻസ്, അക്കൌണ്ടിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, BPO തുടങ്ങിയ മേഖലകളിലേക്കാണ് ജിടെക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. 25ഓളം കമ്പനികൾ തൊഴിൽമേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്തെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28 രാവിലെ 9 മണിക്ക് MP രാജേഷ് MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ S. ചെൽവൻ ജിടെക് പ്രതിനിധികളായ T. സജിൻദാസ്, M. ഷഫീർ, K. തുളസിദാസ്, C. രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്താൻ ലക്ഷ്യമിട്ട് ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെർപ്പളശ്ശേരി GUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ലഘു സമ്പാദ്യ പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് ചെയർമാൻ K. ബാലകൃഷ്ണൻ നിർവഹിച്ചു. വാർഡംഗം PP വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ യൂണിഫോം വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് നിർവഹിച്ചു. പ്രധാനാധ്യാപിക കോമളം പാറേങ്ങൽ, PTA പ്രസിഡന്റ് VT ബാവ, ബാങ്ക് ജനറൽ മാനേജർ M. സ്രാജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ണാർക്കാട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ണാർക്കാട് സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് N. ഹംസ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമേ അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പല രൂപത്തിലുള്ള പ്രവർത്തനമുണ്ട്. സാധുക്കളെയും അനാഥരെയും അഗതികളെയും ഒക്കെ സഹായിക്കുക എന്നുള്ള ഈ റംസാൻ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കുമെന്ന് ഇഫ്താർ കിറ്റ് വിതരണം നിർവഹിച്ചുകൊണ്ട് N. ഹംസ പറഞ്ഞു. യൂത്ത് ലീഗ് പ്രസിഡന്റ് ഗഫൂർ കോർക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു. TS സിദ്ദീഖ്, TS സലാം, ഹുസൈൻ കോളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. സ്കൗട്ടിംഗ്, ഗൈഡിംഗ്, സാമൂഹ്യ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സക്കീർ ഹുസൈൻ സംസാരിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒറ്റപ്പാലം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപകർ സെമിനാറിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൗരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ സാമൂഹിക പ്രസക്തി സെമിനാറിൽ ചർച്ച ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C. രാജലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സ്കൗട്ട് ജില്ലാ കമ്മീഷണർ A. പ്രഭാകരൻ, ഗൈഡ് ജില്ലാ കമ്മീഷണർ AT ജാനകി, M. കൃഷ്ണൻകുട്ടി, V. അശോക് കുമാർ, PK മോഹൻദാസൻ, P. നാരായണൻകുട്ടി, KK റഹീമ, KP അനിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പൂർണ്ണ ആരോഗ്യ ശുചിത്വ പദ്ധതിയുമായി താഴേക്കോട്, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകൾ. മാലിന്യം ഉൽപ്പന്നമാക്കാൻ ലക്ഷ്യമിട്ട് വിദ്യാലയങ്ങളിലും വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കും. ഭവന കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകാൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നിർദ്ദേശം. നിരവധി പുതിയ പദ്ധതികളുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന സ്ഥലത്ത് ആക്രി സാധനങ്ങൾ സംഭരിച്ച സംഭവം. മുൻ ഭരണകാലത്ത് പഞ്ചായത്ത് പ്രവൃത്തികളിൽ അവിഹിതമായി പണം സമ്പാദിച്ചവരുടെ ആരോപണം വിലപ്പോവില്ലെന്ന് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ. മണ്ണാർക്കാട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും ബേക്കറികളും. വ്യാപാരി സംഘടന സംഘടിപ്പിച്ച ലൈസൻസ് ക്യാമ്പയിനിൽ അപേക്ഷ നൽകിയത് 500-ലധികം പേർ. ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം മുടങ്ങിയ KSRTCയുടെ പെരിന്തൽമണ്ണ മൈസൂർ ട്രിപ്പ് പുനരാരംഭിച്ചത് പുതുക്കിയ സമയക്രമത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.